കെ.ബി. ഗണേഷ് കുമാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുകയാണ്. UDF-ലും LDF-ലും മന്ത്രിയാവുകയെന്ന നേട്ടമാണ് ഗണേഷ് കുമാർ കൈവരിക്കുന്നത്. ഇത് 3-ാം തവണയാണ് ഗണേഷ് കുമാർ മന്ത്രിയാവുന്നത്. ഒരു മന്ത്രിസഭയിൽ മുഴുവൻ കാലവും മന്ത്രിയായിരിക്കാൻ ഗണേഷ് കുമാറിന് അവസരം ലഭിച്ചിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസ് ബിയുടെ നിലവിലെ MLA കൂടിയായ ഗണേഷ് വീണ്ടും മന്ത്രിയാകുമ്പോൾ പ്രതീക്ഷയാണോ അതോ ആശങ്കയാണോ? KG ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ എന്ന ചിത്രത്തിലൂടെ അഭിനേതാവായി അരങ്ങേറ്റം കുറിച്ച ഗണേഷ് ഇരകളുടെ പക്ഷത്താണോ അതോ ഗൂഢാലോചകരുടെ പക്ഷത്താണോ? തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്ന ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം നേരിലെ പോലീസ് ഓഫീസർ നേരിന് വേണ്ടി നിലകൊള്ളുന്ന പോലീസ് ഓഫീസറാണ്. അത് സിനിമ. എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ എന്ന കീഴൂട്ട് ബാലകൃഷ്ണൻ ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവ്. കെ.ബി. ഗണേഷ് കുമാറിനെ മലയാളം നാട് ആദ്യം അറിഞ്ഞത് ഒരു സിനിമാ താരം എന്ന നിലയിലായിരുന്നു. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ബി നേതാവുമായിരുന്ന R. ബാലകൃഷ്ണപിള്ളയുടെ മകൻ സിനിമയ്ക്കൊപ്പം രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കാനായി എത്തുന്നത് അപ്രതീക്ഷിതമായിരുന്നു. കൊല്ലം ജില്ലയിൽ മാത്രം ശക്തിയുണ്ടായിരുന്ന കേരള കോൺഗ്രസ് ബിയുടെ യുവജന വിഭാഗം നേതാവായാണ് സിനിമാ നടനായിരുന്ന ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രവേശം. ഒരു കാലത്ത് കേരള കോൺഗ്രസിന്റെ തട്ടകമായിരുന്നു കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയും പത്തനാപുരവും. ഒരിക്കൽ കൈവിട്ടുപോയ പത്തനാപുരം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യമായിരുന്നു ബാലകൃഷ്ണപിള്ള മകനായ ഗണേശൻ നൽകിയത്. CPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു അക്കാലത്ത് പത്തനാപുരം. 2001 മെയ് മാസത്തിൽ കേരള കോൺഗ്രസ് ബി ടിക്കറ്റിൽ പത്തനാപുരത്ത് നിന്ന് കന്നിയങ്കലത്ത് തന്നെ ഗണേഷ് കുമാർ മിന്നും വിജയം നേടി. 9931 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തന്റെ എതിരാളിയായ K. പ്രകാശ് ബാബുവിനെ പരാജയപ്പെടുത്തിയത്. ഗണേഷ് കുമാറിന്റെ പിതാവും മുൻ മന്ത്രിയുമായ R. ബാലകൃഷ്ണപിള്ളയും അദ്ദേഹം നിരവധി പതിറ്റാണ്ടുകളായി പ്രതിനിധീകരിച്ചിരുന്ന അയൽ മണ്ഡലമായ കൊട്ടാരക്കരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അച്ഛനും മകനും നിയമസഭയിലെത്തി. അഴിമതി കേസിലകപ്പെട്ട് കോടതിയിൽ വിചാരണ നേരിടുകയായിരുന്നു അക്കാലത്ത് R. ബാലകൃഷ്ണപിള്ള. ഇക്കാരണത്താൽ UDF മന്ത്രിസഭയിൽ ഇളമുറക്കാരനെന്ന ഗണേഷ് കുമാറിന് മന്ത്രിയാവാനുള്ള അവസരം കൈവന്നു. അതൊരു തലമുറ കൈമാറ്റമായിരുന്നുവെന്ന് ബാലകൃഷ്ണപിള്ള പോലും അറിഞ്ഞിരുന്നില്ല. 2001 മെയ്യിൽ AK ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാർ ഒരു തുടക്കക്കാരിൽ നിന്നും നല്ല മെയ്വഴക്കമുള്ള ഒരു ഭരണാധികാരിയുടെ റോളിലേക്ക് ഏറെ വൈകാതെ മാറുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. അക്കാലത്ത് ഒരു രാഷ്ട്രീയ തുടക്കക്കാരനായിരുന്നെങ്കിലും രോഗബാധിതനായ KSRTCയെ ജീവവായു നൽകി പുനരുജ്ജീവനം നൽകാനുള്ള പദ്ധതികളായിരുന്നു ഗണേഷ് കുമാറിന്റെ ആദ്യഘട്ടം. ശുദ്ധവും കാര്യക്ഷമവുമായ ഭരണം നൽകുന്നതിൽ അദ്ദേഹം പ്രശസ്തി നേടി. 2003 മാർച്ചിൽ തന്റെ പിതാവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനായി അദ്ദേഹം മന്ത്രിസ്ഥാനത്തു നിന്നും പടിയിറങ്ങി. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ വീണ്ടും പത്തനാപുരത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ CPIയിലെ KR ചന്ദ്രമോഹനെ തോൽപ്പിച്ച് 11,814 വോട്ടിന്റെ വർദ്ധിച്ച വിജയമാണ് കൈവരിച്ചത്. ഇതേ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര എന്ന സാമ്രാജ്യം കേരള കോൺഗ്രസ് ബി സ്ഥാപകനായ R. ബാലകൃഷ്ണപിള്ളയ്ക്ക് നഷ്ടമായി. കൊല്ലം ജില്ലയിൽ 12-ൽ 11 സീറ്റും നേടി LDF ക്ലീൻ സ്വീപ്പും സംസ്ഥാന നിയമസഭയിൽ വൻ ഭൂരിപക്ഷവും നേടി. അതുവഴി ഗണേഷ് കുമാർ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഏക UDF MLA ആയി. MK മുനീർ, PK കുഞ്ഞാലിക്കുട്ടി, ബാബു ദിവാകരൻ, ഗണേഷ് കുമാറിന്റെ പിതാവ് ബാലകൃഷ്ണപിള്ള എന്നിവരുൾപ്പെടെ മുൻ മന്ത്രിമാരിൽ പലരും പരാജയപ്പെട്ടപ്പോഴും ഗണേഷ് കുമാർ പത്തനാപുരത്ത് അജയനായി തുടരുകയായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് 20,402 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ ഹാട്രിക് വിജയം നേടി. മുതിർന്ന CPM എതിരാളിയായ K. രാജഗോപാലിനെ പരാജയപ്പെടുത്തി. 2011 മെയ് മാസത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം, കായികം, സിനിമ എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി. ഇക്കാലത്താണ് അച്ഛനും കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനുമായിരുന്ന ബാലകൃഷ്ണപിള്ളയുമായി ഗണേഷ് കുമാർ അകലുന്നത്. മന്ത്രിയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ചെയർമാൻ മുഖ്യമന്ത്രിക്കും UDF നേതൃത്വത്തിനും കത്ത് നൽകി. ആരോപണങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട് ഗണേഷ് കുമാറിനെതിരെ ഉയർന്നത്. മകനെ അച്ഛൻ പരസ്യമായി തള്ളി പറഞ്ഞു.
ഗണേഷ് കുമാറുമായി ഇനിയൊരു ബന്ധമില്ലെന്നും ഇങ്ങനെയൊരു മകന്റെ അച്ഛനായതിൽ ലജ്ജിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഗണേഷ് കുമാറിന്റെ ജനപ്രീതിക്ക് പോലും ഒരു വേള മങ്ങലേൽപ്പിച്ചു. ഇതിനിടെയാണ് വ്യക്തി ജീവിതവും വീണ്ടും വിവാദങ്ങളിലേക്ക് വഴിമാറുന്നത്. ഒരു യുവതിയുമായി ഉണ്ടായിരുന്ന വഴിവിട്ട ബന്ധവും അവരുടെ ഭർത്താവ് നടത്തിയ ആക്രമണവും മന്ത്രി എന്ന നിലയിൽ ഗണേഷിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടു. ഇതോടെയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചൊഴിയേണ്ടി വന്നത്. PC ജോർജ് ഗണേഷ് കുമാറിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ ഗണേഷിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. ഇത് ഉമ്മൻചാണ്ടിയോട് ഗണേഷ് കുമാറിന് കടുത്ത വിരോധമുണ്ടാക്കാനുള്ള കാരണമായി മാറുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ സമുന്നത നേതാവുമായ VS അച്യുതാനന്ദൻ നടത്തിയ നിയമ പോരാട്ടത്തിൽ ബാലകൃഷ്ണപിള്ള ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. VS-നെതിരെ ഗണേഷ് കുമാർ നടത്തിയ പരാമർശവും ഗണേഷ് കുമാറിനെ വിവാദങ്ങളിലേക്ക് തള്ളിയിട്ടു. എന്നാൽ ജയിൽ മോചിതനായ ബാലകൃഷ്ണപിള്ളയും മകനും വീണ്ടും യോജിക്കുകയും LDF-ലേക്ക് ചേക്കേറുകയും ചെയ്യുന്ന കാഴ്ചയാണ് മലയാളക്കര കണ്ടത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ LDF സ്ഥാനാർത്ഥിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച സിനിമാ താരം ജഗദീഷിനെ 24,562 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഗണേഷ് LDF ടിക്കറ്റിൽ പത്തനാപുരത്ത് വിജയം ആവർത്തിച്ചത്. ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ അംഗമാവുമെന്ന് എല്ലാവരും കരുതിയിരുന്നെങ്കിലും മന്ത്രിസ്ഥാനം ഏറെ അകലെയായി. R ബാലകൃഷ്ണപിള്ളയെ ക്യാബിനറ്റ് പദവികളോടെ മുന്നോക്ക ക്ഷേമ ബോർഡ് ചെയർമാനാക്കി. LDF ഗണേഷിനെ തൽക്കാലം മാറ്റി നിർത്തി. 1967 മെയ് 25 മുൻ മന്ത്രി R ബാലകൃഷ്ണപിള്ളയുടെയും വത്സലകുമാരിയുടെയും മകനായി കീഴൂട്ട് എന്ന സമ്പന്ന നായർ കുടുംബത്തിലാണ് ഗണേഷ് കുമാറിന്റെ ജനനം. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലെ വിദ്യാഭ്യാസത്തിനു ശേഷം സിനിമ കരിയറായി തിരഞ്ഞെടുക്കുകയായിരുന്നു ഗണേഷ് കുമാർ. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് സീനിയർ റിസർച്ച് ഫെല്ലോയായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ യാമിനി തങ്കച്ചിയെ 1994 മെയ് 20 അദ്ദേഹം വിവാഹം കഴിച്ചു. ദമ്പതികൾക്ക് ആദിത്യൻ, ദേവരാമൻ എന്നിങ്ങനെ 2 ആൺമക്കളുണ്ട്. ഗണേഷ് കുമാറിന്റെ വിശ്വാസവഞ്ചനയും ഗാർഹിക പീഡനവും കാരണം പൊരുത്തപ്പെടാനാകാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ദമ്പതികൾ പിന്നീട് വിവാഹമോചനം നേടി. 2014 ജനുവരി 24 ഏഷ്യാനെറ്റിൽ മാർക്കറ്റിംഗ് ഹെഡായി ജോലി ചെയ്യുന്ന ബിന്ദു മേനോനെ ഗണേഷ് വിവാഹം കഴിച്ചു. 1985 KG ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഗണേഷ് കുമാറിന്റെ അരങ്ങേറ്റം. ഈ വർഷത്തെ മികച്ച 2ാമത്തെ ചിത്രമായി ഈ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സഹനടൻ എന്ന നിലയിൽ അദ്ദേഹം വെള്ളിത്തിരയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 2001 മുതൽ അദ്ദേഹം MLA എന്ന പദവി തന്റെ അഭിനയ ചുമതലകളുമായി സന്തുലിതമാക്കി. ദിലീപും ബാബു കലാശാലയും അച്ഛനും മകനുമായി അഭിനയിച്ച 2005 ജോഷി ചിത്രം ലയൺ ഗണേഷ് കുമാറിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നുവെന്നാണ് പ്രചരിച്ചിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി. 2008 മാർച്ചിൽ അമൃത TVയിലെ അളിയന്മാരും പെങ്ങന്മാരും എന്ന സീരിയലിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കാൻ ഗണേഷ് കുമാറിനെ ഫ്രെയിം മീഡിയ ഗാലപ്പോൾ തെരഞ്ഞെടുത്തു. സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്ത മാധവം എന്ന സീരിയലിലെ അഭിനയത്തിന് മികച്ച ടെലിവിഷൻ നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട്. 2013 സോളാർ തട്ടിപ്പിലെ മുഖ്യപ്രതി സരിത എസ് നായരുടെ മുൻ അഭിഭാഷകനായിരുന്ന ഫെന്നി ബാലകൃഷ്ണൻ ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ നായിക പരാതിയുമായി രംഗത്തെത്തിയത് ഗണേഷ് കുമാറിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു ആരോപണം. സോളാർ കേസിലെ ലൈംഗിക പീഡന കേസിൽ ഇരയായിരുന്ന ജയിലിൽ വെച്ച് എഴുതിയ കത്തിൽ ചില പേജുകൾ എഴുതി ചേർത്തത് ഗണേഷ് കുമാർ ആണെന്ന ആരോപണം LDF-UDF പോരാട്ടത്തിൽ ഏറ്റവും ഗുരുതരമായ ആരോപണമായിരുന്നു. ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഗണേഷ് കുമാറിനെതിരെ ഉയർന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ട്. കൊട്ടാരക്കര കോടതിയുടെ പരിഗണനയിലാണ് നിലവിൽ കേസ്. ഗണേഷ് കുമാറിന്റെ സഹോദരി R ബിന്ദു അച്ഛന്റെ വിൽപത്രം തിരുത്തി എഴുതിയെന്നു കാണിച്ചു നൽകിയ കേസും കോടതിയുടെ പരിഗണനയിലാണ്. ബാലകൃഷ്ണപിള്ള രോഗിയായ ഘട്ടത്തിൽ ഗണേഷ് കുമാർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രം തന്ത്രപൂർവ്വം മാറ്റി എഴുതിയെന്നാണ് പരാതി.
നടിയെ കൊട്ടേഷൻ പ്രകാരം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിൽ ആരോപണ വിധേയനായ നടൻ ദിലീപിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതും തന്റെ PAയെ കേസിലെ സാക്ഷിയെ സ്വാധീനിക്കാനായി പറഞ്ഞയച്ചുവെന്ന കേസിലും ഗണേഷ് കുമാർ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ LDFൽ നേരത്തെയുണ്ടാക്കിയ ധാരണ പ്രകാരം പിണറായി വിജയൻ മന്ത്രിസഭയിൽ 2.5 വർഷത്തേക്ക് ഗണേഷ് കുമാർ ക്യാബിനറ്റ് മന്ത്രിയാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗണേഷ് കുമാർ കൈകാര്യം ചെയ്തിരുന്ന KSRTC അല്ല നിലവിലെ KSRTCയുടെ അവസ്ഥ. ട്രാൻസ്പോർട്ട് മന്ത്രിയായി ഗണേഷിന് ശോഭിക്കാനാകുമോ, അതോ പരാജയപ്പെടുമോ? കേസിൽ തട്ടി മന്ത്രിസ്ഥാനം തെറിക്കുമോ? നിരവധി ചോദ്യങ്ങളാണ് ഗണേഷിന് മുമ്പിലുള്ളത്. 100-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഗണേഷ് കുമാറിന് 3-ാം തവണത്തെ മന്ത്രിവേഷം ഗുണം ചെയ്യുമോ എന്ന് കണ്ടു തന്നെ അറിയണം.